ഹലോ ഗായ്സ്, ഇപ്പം ഇന്ന് അയാനുവിൻ്റെ ബർത്ത്ഡേ ആയിട്ട് ഞങ്ങൾ ചെറിയൊരു പരിപാടി ഉണ്ടാക്കാൻ കരുതി. അപ്പം ഞങ്ങളങ്ങനെ ബലൂണൊക്കെ വീർപ്പിച്ചതാണ്. ഇതാണെങ്കിൽ ബലൂണിന് നിന്നേക്കാട്ടിൽ ഒടുക്കത്തെ ആരോഗ്യമാണ്. അല്ല, എൻ്റെ ശ്വാസം മുഴുവൻ അതിൻ്റെ ഉള്ളിൽ പോയാൽ അത് വീർക്കൂല. എൻ്റെ ശ്വാസം കൊണ്ടേ പോകും എന്നുള്ളതിലാണ് ബലൂൺ നിൽക്കുന്നത്. അധിക ബലൂണിനാണെങ്കിലോ നല്ല കാറ്റ് വരുന്ന ഒരുപാട് ഓട്ടം, കുഞ്ഞു ഓട്ടങ്ങളും. പിന്നെ അവിടെ ഒരു ഗ്ലൂ ഒട്ടിയിരുന്നു, ബലൂൺ ഗ്ലൂ. അത് ബലൂൺ ഒട്ടിക്കണമെന്നാണ് കരുതിയിട്ട് ബലൂണിന് ഓട്ടമുള്ളിടത്ത് കൂടിയൊക്കെ അത് തറച്ചു കൊടുത്തത്. എന്നാൽ പിന്നെ ഉഷാറായിട്ട് കാറ്റൊന്നും പോരില്ലല്ലോ കരുതിയത്. അത് ഒട്ടിച്ചിട്ട് കാറ്റ് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ കാറ്റടിച്ചത് കൊണ്ട് കാറ്റടിച്ചാൽ ആ സാധനം പാടെ വീട്ടിൽ സെറ്റായിട്ട് നിൽക്കും. അതും ഒരു പരിധി വരെ ഉള്ളൂ അത് ഇതാക്കുള്ളൂ. അത് കഴിഞ്ഞാൽ താനെ പൊട്ടും. പിന്നെയാണ് മനസ്സിലായത് അത് ബലൂൺ ഒട്ടിക്കണത്, ബലൂണ് ഓട്ടലോടത്ത് ഒട്ടിക്കണതല്ല, ചുമരും ഒട്ടിക്കണതാണ് എന്നുള്ളത് പിന്നെയാണ് മനസ്സിലായത്. കുറേ കഴിഞ്ഞിട്ടാണ് ബൾബ് കത്തിയത്. അയാനും ആണെങ്കിലോ ബലൂണ് ഉള്ളതൊക്കെ കടിച്ച് പൊട്ടിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആകെയുള്ള ടാർഗറ്റ്. അത് പൊട്ടുമോ എന്ന് പേടിച്ചിട്ടാണ് ഞങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തും കുത്തിയിരിക്കുന്നത്. ഒന്ന് പൊട്ടുമ്പോൾ ഉള്ള ആ പേടി ഉണ്ടാവാതിരിക്കാൻ വേണ്ടി. ഓനാണെങ്കിലോ പൊട്ടിച്ചിട്ടേ അടങ്ങുമെന്നുള്ള ഇതിൽ ഉള്ള ഊക്കൊക്കെ ഇട്ട് പൊട്ടിച്ചുകൊണ്ട് കുത്തിയിരിക്കും ചോദിച്ചു. മറ്റവനാണ് അപ്പുറത്തുനിന്ന് വേണ്ട എന്നറിയാം. ഓൻ്റെ എന്താ പറയുക, കടിച്ചണം എന്നുള്ളത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഓൻ അപ്പുറത്തുനിന്നുള്ള ബലൂണൊക്കെ എടുത്തിട്ട് ഓൻ്റെ മെയിൻറ്റ് മാറ്റാൻ നോക്കും. ഓൻ നാലും തിരഞ്ഞു പിടിച്ച് കടിച്ചാൻ വേണ്ടിയിട്ട് ഓരോന്നും എടുത്ത് വരും. ചെറുത് കൊടുത്താൽ ചെറുതൊന്നും എനിക്ക് പറ്റില്ല. ചെറുതാകുമ്പോൾ പൊട്ടൂലല്ലോ എന്നതിലാണ് ചെറുത് കൊടുക്കുക. അപ്പോൾ വലിയത് തന്നെ തപ്പെടുക്കും. പിന്നെ കഷ്ടപ്പെട്ട് ഞങ്ങൾ ബലൂണൊക്കെ വീർപ്പിച്ച് ഇതാക്കി. പിന്നെ ബലൂണൊക്കെ സെറ്റ് ചെയ്യലൊക്കെ ആഴ്ചൻ്റെയും മുത്തൂൻ്റെയും ഏർപ്പാട് വന്നു. നമ്മളപ്പോഴത്തേന് പിന്നെ അയാനുവിനെ ഒന്ന് സെറ്റാക്കാന്നൊക്കെ കരുതി. അപ്പോഴൊന്നുമില്ല, ഇതൊക്കെ ഞാനൊക്കെ ഫ്രഷ് ആവാൻ പോയി. ഇതൊക്കെ ഓളെ പരിപാടിയാണ്. ഒക്കെ സെറ്റാക്കി. അയാനും ആണെങ്കിൽ എനിക്ക് അവിടുത്തെ കവറുകളും അല്ലെങ്കിൽ ഒട്ടിച്ചണ പൂമാലകളും ഒക്കെ പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കും. എനിക്കതാണ് മെയിൻ. അങ്ങനെ പിന്നെ ഓലൊക്കെ സെറ്റാക്കിയപ്പോഴത്തേക്കും ഞങ്ങൾ എന്തായാലും മാറ്റി വന്നു. കേക്കൊക്കെ വെച്ച് ഇതാക്കി. അങ്ങനെ പിന്നെ ഞങ്ങൾ കേക്ക് മുറിച്ചാൻ വേണ്ടിയിട്ട് ഇതാക്കുന്ന മുമ്പ് മുട്ടായിയൊക്കെ വെച്ചപ്പോൾ അയാനെ നിർത്തി. ഓനെന്താ കാട്ടണേന്നൊന്ന് കാണാലോ എന്നുള്ള ഒരു ഇതില്ല. അപ്പോൾ ഓൻ അവിടുത്തെ മുട്ടായിയൊക്കെ പറിച്ചെടുക്കാൻ പറ്റും. മുട്ടായികളൊക്കെ എടുക്കും. എന്നിട്ട് പിന്നെ അതുകൊണ്ട് താന് കുത്തിരുന്നിട്ട് കടിച്ച് പൊട്ടിച്ചാൻ വേണ്ടി ഇതിൽ. ഇപ്പോൾ ശരിക്കും ഈ ടൈമിൽ മിസ് ചെയ്യണത് ആരെയും ചോദിച്ചാൽ ഇക്കോനെയാണ്. ഇക്കോൻ കൂടി ഉണ്ടെങ്കിൽ ശരിക്കും ഇതിനേക്കാൾ സെറ്റാക്കി തന്നിട്ടുണ്ടാവും. ഇക്കോ ഇല്ലാത്തത് കൊണ്ട് കുറേ മിസ്സിങ് ഉണ്ട്, കുറേ കാര്യങ്ങൾ കോളായിട്ടുണ്ട്. ഓനുണ്ടെങ്കിൽ ഒന്നും കൂടി സെറ്റായിട്ടുണ്ടാവും. പിന്നെ കേക്കും മുറിച്ചാൻ നിൽക്കുമ്പോണ്ടല്ലോ ശരിക്കും അപ്പുറത്ത് ഒരാളും കൂടി ഉണ്ടെങ്കിൽ നല്ല രസമുണ്ടാവും. ഓനില്ലാത്തൊരു ഇത് നല്ലതുണ്ട്, എന്നാലും സാരമില്ല, നമ്മൾ കത്തുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യും. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കഷ്ടപ്പെട്ട് കേക്കൊക്കെ മുറിച്ച്, കഷ്ടപ്പാടൊന്നുമില്ല, ഈസി ആയിട്ട് തന്നെ മുറിച്ച്. അങ്ങനെ പിന്നെ ഓനക്ക് കേക്കൊക്കെ കൊടുത്ത്. ഓനക്ക് മധുരത്തിനോട് തീരെ ഇൻട്രസ്റ്റ് ഇല്ല, എന്നാലും കേക്കൊക്കെ തിന്നും. വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. നമുക്ക് കൂടുതൽ ഈ എരിയും പുളിയൊക്കെ സാധനം കൂടുതൽ ഇഷ്ടം. പിന്നെ ഇങ്ങനെ എല്ലാവരും വന്ന് കേക്ക് കൊടുക്കാൻ വേണ്ടി മനീട്ട് കുളിച്ചു. പിന്നെ ഉമ്മ വന്നു, ആഴ്ചമ്മേന്ന് വന്നില്ല. അപ്പത്തിന് നോനാണെങ്കിൽ കടന്നുറങ്ങിയിരുന്നു. എനിക്ക് പിന്നെ കേക്കൊന്നുമില്ല. ഞങ്ങൾക്ക് പിന്നെ സമയം ഞങ്ങൾ ഒക്കെ സെറ്റാക്കിയതായപ്പോഴത്തേന് കുറച്ച് ടൈം ലേറ്റായി. അപ്പത്തിന് കടന്നുറങ്ങലോടുത്ത്. എന്നാലും ഓനേക്കാൾ ചെറിയ ആൾ കടന്നുറങ്ങിയിട്ടില്ല. ഉഷാറായിട്ട് നിൽക്കണുണ്ടില്ലേ. വലിയ ആളാണ് ആദ്യം തന്നെ സ്ഥലം പിടിച്ച് വേഗം കടന്നുറങ്ങിയത്. മുത്ത് പിന്നെ ഒറ്റക്ക് വണ്ടിയൊക്കെ എടുത്ത് രാത്രി പൊലിവിൽ വന്നിക്കണം. ഓള് കേക്ക് കൊടുക്കുമ്പോൾ തൊള്ള വിളിച്ചില്ല. അതാണ് ഓള് തൊള്ള വിളിച്ചില്ല അങ്ങനെ നാട്ടിൽ നിൽക്കും. പിന്നെ കേക്കൊക്കെ കൊടുത്ത് വേറെ ആളും കൂടി ഉണ്ട്. ഓള് പിന്നെ നീച്ചുമില്ല. ഞാൻ ഡ്രസ്സൊന്നും മാറ്റിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ കുത്തിരിക്കുകയാണ്. പിന്നെ താത്തിയിട്ടൊന്നും വന്നിട്ടില്ല. അവൾക്ക് മദ്രസ പറഞ്ഞോണ്ട് ഞങ്ങൾ ഇന്ന് ഇതാക്കി. പിന്നെ കേക്കും കൂടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാനും എന്താ കാട്ടണം, ഓൻ്റെ കോപ്രായെന്ന് കാണാൻ വേണ്ടി കുത്തിർത്തിയത്. അപ്പോൾ നോക്കുമ്പോൾ ഓന് കത്തി കൊണ്ടൊന്ന് മുറിച്ച് നോക്കും. പിന്നെ അത് എനിക്ക് കത്തി കൊണ്ട് കിട്ടണില്ല. എനിക്ക് അതിനെക്കാട്ടിൽ എളുപ്പം കൈ കൊണ്ട് മാന്തലാണ്. അപ്പോൾ വെറുതെ ഇനി കേക്ക് ചീത്ത ആക്കണ്ടെന്നുള്ളിലേക്ക് പിന്നെ വേണ്ടാന്നുള്ളിലേക്ക് ഞാൻ ഓനെടുത്തത്. അപ്പോൾ ഓക്കെ, ബായ്.